വർദ്ധിച്ചുവരുന്ന ചൂടിനെ പ്രതിരോധിക്കാനുള്ള ഹീറ്റ് ആക്ഷൻ പ്ലാൻ പുറത്തിറക്കി പിലിക്കോട് ഗ്രാമപഞ്ചായത്ത്. കേരളത്തിൽ രണ്ടാമതായി ഹീറ്റ് ആക്ഷൻ പ്ലാൻ തയ്യാറാക്കുന്ന പഞ്ചായത്താണ് പിലിക്കോട്. This news sponsored by Shobhika Weddings, Big Mall, Kanyanad, Kozhikode, Koilandi and Kuttiyadi. പഞ്ചായത്തിലെ മുഴുവൻ ജീവജാലങ്ങളുടെയും സുരക്ഷ ഉറപ്പുവരുത്തുക എന്നതാണ് ഈ ആക്ഷൻ പ്ലാനിന്റെ പ്രഥമ ലക്ഷ്യം. ക്യാമ്പയിനിന്റെ ഭാഗമായി ഏപ്രിൽ 28 മുതൽ മെയ് 3 വരെയുള്ള ദിവസങ്ങളിൽ പഞ്ചായത്തിലെ 18 വാർഡുകളിലെയും അയൽസഭാ യോഗങ്ങൾ വിളിച്ചു ചേർത്ത് ബോധവൽക്കരണ ക്ലാസുകൾ സംഘടിപ്പിക്കും. അടിയന്തിരമായും പഞ്ചായത്തിൽ 100ഓളം സ്ഥലങ്ങളിൽ തണ്ണീർപന്തൽ ആരംഭിക്കും. തിരഞ്ഞെടുക്കപ്പെട്ട 60 സന്നദ്ധ പ്രവർത്തകർക്ക് NDRFന്റെ സഹായം ഉപയോഗിച്ച് ഡിസാസ്റ്റർ മാനേജ്മെന്റ് പരിശീലനം നൽകും. പഞ്ചായത്തിനകത്തെ ഒരു വീട്ടിൽ ഒരാൾക്ക് പ്രഥമ ശുശ്രൂഷ, CPR എന്നീ പരിശീലനങ്ങൾ ലഭ്യമാക്കും. എല്ലാ വാർഡുകളിലും സർവൈലൻസ് ടീമിനെ സജ്ജമാക്കും. ദീർഘകാല അടിസ്ഥാനത്തിൽ പഞ്ചായത്തിനെ ഹരിതാഭമാക്കൽ, വിവിധ തരത്തിലുള്ള ജലസംരക്ഷണ മാർഗങ്ങൾ, കൂൾ റൂഫിംഗ്, സോളാർ എനർജിയുടെ വ്യാപനം തുടങ്ങിയ പദ്ധതികൾ ആരംഭിക്കുന്നതിനും ആക്ഷൻ പ്ലാൻ ലക്ഷ്യമിടുന്നു. തണ്ണീരും തണലും ചൂടിനെ പ്രതിരോധിക്കൂ എന്നതാണ് ഈ ക്യാമ്പയിൻ മുന്നോട്ട് വയ്ക്കുന്ന ആശയം. കവചം എന്ന പേരിൽ തയ്യാറാക്കിയ ഹീറ്റ് ആക്ഷൻ പ്ലാൻ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അംഗം ഡോക്ടർ ജോയ് ഇളമൻ പ്രകാശനം ചെയ്തു. നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CM മീനാകുമാരി ഏറ്റുവാങ്ങി. ഈ മഴ വെച്ച് കൃഷി ഇറക്കാൻ പറ്റും. ഞാൻ കുട്ടനാട്ടുകാരനാണ്, അപ്പർ കുട്ടനാടാ. ഞങ്ങളിങ്ങനെ കൊയ്യാനായിട്ടിങ്ങനെ ഏതാണ്ട് അടുക്കുമ്പോഴാണ് മഴ. പാലക്കാടും ഒക്കെ ഉള്ള സ്ഥലങ്ങളിലാണെങ്കിൽ ആ സമയത്താണ് ഇത് കാറ്റ്. സംഗതി മാറിയോ? നമ്മൾ മഴയെ ഡിപ്പെൻഡ് ചെയ്താണ് നമ്മളുടെ കൃഷി മുഴുവൻ. സംഗതി മാറിയോ? ഇതാ ഇത്രയേ ഉള്ളൂ കാലാവസ്ഥ വ്യതിയാനം എന്ന് വെച്ചാൽ. വലിയ തത്വങ്ങളൊന്നും പറയണമെന്നില്ല. കാലാവസ്ഥ വ്യതിയാനം എന്ന് വെച്ചാൽ ഈ രീതിയിൽ മാറി മാറി പറഞ്ഞു വരുന്ന കാര്യങ്ങൾ. അത് മഴ മാത്രമല്ല, ഇതുവരെ നമ്മൾ മഴയെക്കുറിച്ചേ പറഞ്ഞിട്ടുള്ളൂ. മഴ, അതിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന വെള്ളപ്പൊക്കം, അതിൻ്റെ തുടർച്ചയായിട്ടുണ്ടാകുന്ന ഉരുൾപൊട്ടൽ, എല്ലാം മഴയെ കേന്ദ്രീകരിച്ചും വെള്ളത്തെ കേന്ദ്രീകരിച്ചുമാണ്. പക്ഷേ അങ്ങനെയല്ല. അതിനിടയിലാണ് നമ്മൾ ആഗോള താപനം എന്ന് പറയുന്നത്. ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് E കുഞ്ഞിരാമൻ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CV ചന്ദ്രമതി സ്വാഗതവും സെക്രട്ടറി V മധുസൂദനൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ.